എല്ലാവർക്കും നമസ്കാരം. നമുക്ക് കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് ഒന്ന് പരിചയപ്പെട്ടാലോ? കണ്ണൂർ ജില്ലയിലെ ബാവലിപ്പുഴയുടെ തീരത്തുള്ളൊരു ക്ഷേത്രമാണല്ലോ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. ദക്ഷിണ കാശിയാണെന്ന് അറിയപ്പെടുന്നു. കാരണം കാശിയിലെ പോലെ തന്നെ 30 ദേവകളുടെയും സാന്നിധ്യമുള്ളൊരു പ്രദേശമാണിത്. ഇടവമാസത്തിലെ ചോതി മുതൽ മിഥുനമാസത്തിലെ ചിത്തിര വരെയാണ് വൈശാഖ മഹോത്സവം നടക്കുന്നത്. അക്കരെ കൊട്ടിയൂരുണ്ട്, ഇക്കരെ കൊട്ടിയൂരുണ്ട്. അതിൽ അക്കരെ കൊട്ടിയൂരിലാണ് ഈ ഉത്സവം നടക്കുന്നത്. ഈ ക്ഷേത്രത്തിന് ദക്ഷയാഗവുമായി ബന്ധമുണ്ട്. കാരണം എന്തെന്നല്ലേ? പരമശിവൻ്റെ പത്നിയായ സതീദേവിയുടെ പിതാവാണല്ലോ ദക്ഷൻ. ദക്ഷൻ ഒരു യാഗം നടത്തി. ആ യാഗത്തിൽ സർവ്വചരാചരങ്ങളെയും ക്ഷണിച്ചെങ്കിലും ശിവനെയും സതീദേവിയെയും വിളിച്ചില്ല. അത് മനഃപൂർവ്വമാണെന്ന് ശിവന് തോന്നി. ശിവനെ ഒന്ന് കളിയാക്കാൻ വേണ്ടിയാണത് ചെയ്തത്. എന്നാൽ സതീദേവിക്ക് സ്വന്തം അച്ഛൻ നടത്തുന്ന യാഗമല്ലേ, ഒന്ന് പോയാൽ ആഗ്രഹമുണ്ടായി. സതീദേവി പോകാൻ തീരുമാനിച്ചു. ശിവൻ പറഞ്ഞു, അപമാനിച്ച് നിന്നെ വിടും, പോകണ്ട. അല്ല, എൻ്റെ അച്ഛനല്ലേ, എന്തോന്നാലും ഞാനൊന്ന് പോട്ടെ എന്ന് പറഞ്ഞ് സതീദേവി യാഗത്തിന് പോയി. അവിടെ ചെന്നപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ശിവനെ അധിക്ഷേപിച്ചു, സതീദേവിയെയും അപമാനിച്ചു. സതീദേവി സങ്കടത്തോടു കൂടി ആ യാഗാഗ്നിയിൽ ചാടി ജീവത്യാഗം ചെയ്തു. കൈലാസത്തിലിരുന്ന ശിവൻ ഇതറിഞ്ഞ് കോപാകുലനായി. ദേഷ്യം കൊണ്ട് തൻ്റെ ജട പറിച്ചെടുത്ത് എറിയുകയാണ്. അതിൽ നിന്നാണ് വീരഭദ്രനും ഭദ്രകാളിയുണ്ടത്. അല്ലെ, വീരഭദ്രനും തൻ്റെ കൂട്ടാളികളും കൂടി ഈ യാഗസ്ഥലത്തെത്തി. ദക്ഷൻ്റെ തലവെട്ടി അവിടെ കണ്ട വസ്തുക്കളെല്ലാം നശിപ്പിച്ചു. മഹർഷിമാരുടെ താടിയൊക്കെ പിടിച്ച് വലിച്ച് പിഴുതെറിഞ്ഞു കളഞ്ഞു. അങ്ങനെ ആകെ ആ പ്രദേശം ഉഴുതുമറിച്ചു. ശിവഭൂതങ്ങളോടൊപ്പം ശിവനും അവിടെ എത്തി. തൻ്റെ പത്നിയുടെ ജഡമെടുത്ത് അദ്ദേഹം ഓടി നടക്കുകയാണ് കോപാകുലനായി. മഹാവിഷ്ണു സുദർശന ചക്രം കൊണ്ട് ആ ബോഡി ചിന്നിച്ചിതറിക്കുകയാണ്. ചിന്നിച്ചിതറുമ്പോൾ 108 സ്ഥലത്താണ് സതീദേവിയുടെ ദേഹം ചെന്ന് പതിച്ചത്. ചിന്നിച്ചിതറിപ്പോയി. ഈ 108 സ്ഥലങ്ങളെയാണ് ശക്തിപീഠങ്ങൾ എന്നറിയപ്പെടുന്നത്. ദക്ഷൻ്റെ തലയ്ക്ക് പകരമായിട്ട് ആടിൻ്റെ തലയാണ് വെച്ചു കൊടുത്തത്. അപ്പോൾ ദക്ഷയാഗം നടന്ന അക്കരെ കൊട്ടിയൂർ ക്ഷേത്രം ഭാഗമാണ് ദക്ഷയാഗം നടന്നത്. ഈ ഭാഗം പിന്നീട് വലിയ കാടായി മാറി. കുറിച്യ വിഭാഗത്തിൽപ്പെട്ട ഒരു യുവാവ് തൻ്റെ അമ്പിൻ്റെ മൂർച്ച കൂട്ടാൻ വേണ്ടി ആ കാട്ടിൽ കണ്ട ഒരു കല്ലിലിങ്ങനെ വരയ്ക്കും. വരച്ചപ്പോഴാണ് രക്തം വാർന്നൊഴുകുന്നു. പേടിച്ച് ഓടി തൊട്ടടുത്ത നമ്പൂരി ഇല്ലത്തിലേക്ക് ചെല്ലും. ഈ കാര്യങ്ങൾ പറഞ്ഞു. നമ്പൂരി ഒരുപാട് പേരെ കൂട്ടിക്കൊണ്ട് അവിടെ വന്ന് ഒരു കൂവയില എടുത്തിട്ട് അതിൽ നിന്ന് ജലമെടുത്ത് അവിടെ അഭിഷേകം ചെയ്തു. രക്തം വാർന്നൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പാല് കൊണ്ടുവന്നൊഴിച്ചു, നെയ്യ് കൊണ്ടുവന്നൊഴിച്ചു. ഇതൊന്നും കൊണ്ടും രക്തം നിർന്നില്ല. പെട്ടെന്നാണ് ഒരു തീയ സമുദായത്തിലെ ഒരാൾ ഇളനീര് കരിക്കുമായിട്ട് അങ്ങോട്ട് എത്തുകയാണ്. അത് ചെത്തി നമ്പൂതിരി ആ ഇളനീര് അതിലേക്ക് അഭിഷേകം ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, രക്തം വാർന്നൊഴുകൽ നിന്നു. ഇതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത്ഭുതമായി. എല്ലാ ആൾക്കാരും അവിടെ സാഷ്ടാംഗം പ്രണാമം ചെയ്തു. അപ്പോൾ ഈ കുറിച്യ സമുദായത്തിൽപ്പെട്ട ഈ യുവാവിനെ ആ പ്രദേശത്തിൻ്റെ കാവലാളായിട്ടാണ് പ്രഖ്യാപിച്ചു. അപ്പോൾ പ്രശ്നവിധി അത് കഴിഞ്ഞ ശേഷം കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവിടെ പ്രശ്നം നടത്തി. അപ്പോഴാണ് സ്വയംഭൂവായ ഒരു ശിവലിംഗമാണ് അവിടെയുള്ളതെന്നും സതീദേവിയുടെ സാന്നിധ്യമുണ്ട്, അതുപോലെ 30 ദേവകളുടെയും സാന്നിധ്യമുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ ആ ക്ഷേത്രം പണിതീർത്തി. പിൽക്കാലത്ത് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ശ്രീ ശങ്കരാചാര്യർ അവിടുത്തെ പൂജകളൊക്കെ ക്രമപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഇന്നും കുറിച്യ സമുദായത്തിന് അവിടെയധികം സ്ഥാനമുണ്ട്. അതുമാത്രമല്ല, ഏറ്റവും നല്ലത് ജാതിയുടെ വേർതിരിവില്ലാതെ വനവാസി മുതൽ നമ്പൂതിരി വരെയുള്ള ആൾക്കാർക്ക് ചടങ്ങുകൾക്ക് പ്രാധാന്യമുണ്ട് അവിടെ. അവരുടെ കുടിലുകളും ആ ക്ഷേത്രത്തിന് ചുറ്റും ഈ സമയത്ത് ഉണ്ട്. അപ്പം ജാതി ഒന്നുമില്ല. പല നിഗൂഢ കഥകൾ നിറഞ്ഞ
ആചാരങ്ങളുള്ള ഒരു ക്ഷേത്രമത്രേ വൈശാഖ മഹോത്സവം നടക്കുന്ന കൊട്ടിയൂർ ക്ഷേത്രം.